ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കളെല്ലാവരും ഉറക്കെയൊന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എത്തിയിട്ടുണ്ടോ? ഇന്ന് എത്തിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഇന്ന് ഈശോയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മൾ പോകുക. ഈശോയെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സന്തോഷമല്ലേ? സന്തോഷമല്ലേ? അപ്പോൾ ഈശോയെക്കുറിച്ച് പഠിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മൾ പഠിച്ചത്? കരങ്ങൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈശോയെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. സിസ്റ്റർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി ഉറക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. സിസ്റ്റർ പ്രാർത്ഥന ചൊല്ലിത്തരാം. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോയെ, ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, നിനക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈശോ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ബുദ്ധിയെയും എല്ലാം പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നിറച്ചു തരണമേ. പരിശുദ്ധി അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. ഒന്നിച്ചുറക്കെ പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഏത് പാഠം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? 12ാം പാഠം അല്ലേ? കാരുണ്യം കാണിക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാരുണ്യം കാണിക്കുന്ന ഈശോയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുക. ഈ കഴിഞ്ഞ ആഴ്ചയില്ലേ സിസ്റ്റർ നിങ്ങളുടെ കുറച്ച് കുഞ്ഞു കൂട്ടുകാരെയൊക്കെ കണ്ടായിരുന്നു. മിയാമോളെയും നിയാട്രീസേനെയും ഒക്കെ കണ്ടായിരുന്നു. അവരോട് ടീച്ചർ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്താണെന്നറിയോ? അവർ നന്നായി പഠിക്കുന്നുണ്ട്, വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ എല്ലാവർക്കും ടീച്ചറിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുക. ടീച്ചറിൻ്റെ ഭാഗം ഒരു വലിയ സ്റ്റാറും വെരി ഗുഡ് എന്നുണ്ടേ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇന്ന് ഈശോയോട് കൂടുതൽ സ്നേഹിക്കാനായിട്ട് നമ്മൾ പോവുക. ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ഈ കരുണ കാണിക്കുന്ന ഈശോയെ ഇന്ന് കുറേയും കൂടെ കൂടുതലായിട്ട് നമ്മൾ സ്നേഹിക്കാനായിട്ട് പോവുക. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചേ? ഈശോ കരുണയുള്ളവനായിരുന്നു നമ്മൾ പഠിച്ചു. ഈശോയുടെ അടുത്ത് വന്നാൽ വേദനിക്കുന്ന എല്ലാവരെയും ഈശോ സുഖപ്പെടുത്തിയെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഒപ്പം തന്നെ ഈശോ ചെയ്ത ഒരു കാരുണ്യ പ്രവൃത്തി, ഒരാളെ സുഖപ്പെടുത്തുന്ന നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ? കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആ വീഡിയോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ടല്ലേ? ഈശോ എങ്ങനെയാണ് സുഖപ്പെടുത്തിയത്? കുഷ്ഠരോഗിയെ ഈശോ തൊട്ട് സുഖപ്പെടുത്തി അല്ലേ? അപ്പം ഈ തൊട്ട് സുഖപ്പെടുത്തിയ ഈശോ നമ്മളെ ഓരോരുത്തരെയും സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നില്ലേ? ഉണ്ടല്ലേ? അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? എല്ലാവരും അതനുസരിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് ഈശോയുടെ കുറേ കാരുണ്യപ്രവൃത്തികൾ കൂടി നമ്മൾ പഠിക്കാനായിട്ട് പോവുക. ഒരു ദിവസം ഇല്ലേ, ഈശോ ഒരു വീട്ടിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ഒരു തളർവാദ രോഗിയെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നമുക്കൊരു കൊച്ചു വീഡിയോയിലൂടെ പഠിച്ചാലോ? പഠിക്കാം അല്ലേ? ശ്രദ്ധിച്ച് കാണണേ. സിസ്റ്റർ ചോദിക്കും നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടതെന്ന്. അപ്പം നമുക്ക് ശ്രദ്ധിച്ച് നമുക്ക് വീഡിയോ കാണാം അല്ലേ? അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക.
അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. വീഡിയോ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ? എന്താ സംഭവിച്ചത്? ഒരു തളർവാദ രോഗിയെ കിടക്കയോടെ 4 പേര് കൂടി കൊണ്ടുവന്നു. എന്നിട്ടോ അവർക്ക് അകത്ത് കിടക്കാൻ പറ്റിയില്ല അല്ലേ? ജനം തിങ്ങി നിൽക്കല്ലായിരുന്നോ? എന്ത് സംഭവിച്ചു? അവര് ആ വീടിൻ്റെ മുകൾ പൊളിച്ച് ആ തളർവാദ രോഗിയെ താഴോട്ടിറക്കി. എന്നിട്ട് ഈശോ പറയാണ്, അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ ആ തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പഠിക്കുമ്പോൾ 1-2 കാര്യം നമുക്ക് പഠിക്കാനുണ്ടേ. എന്താണെന്നറിയോ? തളർവാദ രോഗി തന്നെയാണോ അവിടെ വന്നേ? അല്ലല്ലേ, തളർവാദ രോഗിയെ 3-4 പേര് കൂടി എടുത്തോണ്ടാ വന്നത്. ഈ എടുത്തോണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ടാ ഈശോ ഈ രോഗിയെ സുഖപ്പെടുത്തുന്നത്. നോക്കിയേ, ഈശോ നമ്മളെ സുഖപ്പെടുത്തുമെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒപ്പം തന്നെ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെയും സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കണം. നമ്മുടെ പപ്പയും മമ്മിയൊക്കെ രോഗമൊക്കെ ആയി കിടക്കുകയാണെങ്കിൽ, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസം പോലെ നമ്മൾ ഈശോ ഞങ്ങളെ രക്ഷിക്കും, സുഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാലില്ലേ, ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഈശോ ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് ഈശോ ആ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്. ഈശോ ആദ്യം എന്താ തളർവാദ രോഗിയോട് പറഞ്ഞത്? മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള വചനവും ഇത് തന്നെയാണ്. ഇതേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനത്തിലാണ് നമ്മൾ ഈ വചനം പഠിക്കുന്നത്. എന്താ നമ്മൾ പഠിക്കുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം. മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും ഉറക്കെ ഒന്ന് പറഞ്ഞേ, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പിന്നെയില്ലേ, ഈശോ ഇത് പറഞ്ഞതിന് ശേഷം ഈശോ ആ രോഗിയോട് പറയുക, നിന്റെ ശയ്യം എടുത്ത് വീട്ടിലേക്ക് പോകുക. അപ്പം നോക്കിക്കേ, ഈശോ നമ്മുടെ പാപങ്ങളും ക്ഷമിക്കും, ഒപ്പം തന്നെ നമുക്ക് സൗഖ്യവും തരും. ചിലപ്പോൾ നമുക്ക് കുറവുകളൊക്കെ വരാറില്ലേ? ഈശോ പറഞ്ഞത് എന്താ? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് ആദ്യം പറഞ്ഞേ. ആദ്യം തന്നെ ഈശോ വന്നിട്ട് നിനക്ക് ഞാൻ സുഖം തരുക, നിനക്ക് സുഖപ്പെട്ടു, എഴുന്നേറ്റ് പോക്കോ എന്നാണോ പറഞ്ഞത്? അല്ലല്ലേ, ആദ്യം ഈശോ പറഞ്ഞത് പാപങ്ങൾ ക്ഷമിക്കുന്നു എന്നാണ് പറഞ്ഞത്. നോക്കിക്കേ, ചിലപ്പോൾ നമുക്കില്ലേ ചില പാവങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് രോഗമായിട്ട് വരും. അപ്പോൾ നമ്മൾ വീട്ടിൽ കുറുമ്പ് കാണിക്കുമ്പം, അല്ലെ എന്തെങ്കിലും ഒരു മോഷണമൊക്കെ നടത്തി കഴിയുമ്പം, മമ്മിയുടെ ധിക്കാരമൊക്കെ പറഞ്ഞു കഴിയുമ്പം നമ്മുടെ മനസ്സിലൊരു വിഷമമുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ തലവേദന വരുന്ന പോലെ തോന്നും, മമ്മിയുടെ മുഖത്ത് നോക്കാൻ പറ്റാറില്ല, ചിലപ്പോൾ നമ്മുടെ മനസ്സെന്ത് ചെയ്യും, തളർന്നു പോകുന്നത് പോലെ തോന്നും ഇല്ലേ? അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഈശോ കാണിച്ച ഈ കാരുണ്യപ്രവൃത്തിയിലൂടെ ഈശോ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? നമ്മൾ ആരുടെ അടുത്തേക്ക് ചെല്ലണം? ഈശോയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലണം. പാപങ്ങൾ ക്ഷമിക്കാനും ഈശോയ്ക്ക് പറ്റും, നമ്മളെ സുഖപ്പെടുത്താനും ഈശോയ്ക്ക് പറ്റും. അപ്പം നമ്മുടെ മനസ്സ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഈ തളർവാദ രോഗിയെ പോലെ കൊണ്ടുവന്നവരെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം, ഈശോയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഈശോ പറയും, മിനുമോളെ, ജോക്കുട്ടാ, നീ ധൈര്യമായിരിക്കുക, നിൻ്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു, നിന്നെ ഞാൻ സുഖപ്പെടുത്തുവാന്ന് അവിടെ പേരുകൾ ചൊല്ലി ഈശോ നമ്മളോട് പറയും. അപ്പോൾ ഈശോ നമ്മളോട് എന്ത് സ്നേഹം അല്ലേ? ഈശോയുടെ മനസ്സിൽ ഒത്തിരി അലിവുണ്ട്. ഈശോ ഒത്തിരി അനുകമ്പ കാണിക്കും. ഈശോ നമ്മളെ ഒത്തിരി സ്നേഹിക്കും. അതുപോലെ തന്നെയില്ലേ, ഈശോ ജെറീക്കോ പട്ടണത്തിൽ നിന്നിങ്ങനെ നടന്നു പോകുമായിരുന്നു. നടന്നു പോകുമ്പോൾ വഴിയരികിൽ 2 അന്ധന്മാരിപ്പുണ്ടായിരുന്നു. ആ അന്ധന്മാരിലെ ഉറക്കെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ഇവർ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. നോക്കണേ, ഈ പ്രാർത്ഥനയില്ലേ, ഈ വചനം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ഈ പ്രാർത്ഥന ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥനയാ ആ അന്ധന്മാർ ചൊല്ലിയത്? കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. ഇവരുടെ ഈ നിലവിളി കേട്ടിട്ടില്ലേ, ഈശോ അവിടെ നിന്നു. പിന്നെ എന്താ ഈശോ ചെയ്തതെന്നുള്ളത് ഒരു കൊച്ചു വീഡിയോയിലൂടെ നമ്മളിപ്പോൾ കാണാനായിട്ട് പോവാം. ശ്രദ്ധിച്ച് കാണണേ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ നിലവിളിച്ചുകൊണ്ട് പിന്തുടർന്നു, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അവൻ വീട്ടിലെത്തിയപ്പോൾ
കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. യേശു ചോദിച്ചു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ. യേശു അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. ഉടനെ അവരുടെ കണ്ണു തുറന്നു. വീഡിയോ ഇഷ്ടമായോ നിങ്ങൾക്ക്? ഇഷ്ടമായല്ലേ? ഈശോ എന്താ ചെയ്തേ? ഈശോ ആ അന്ധന്മാരുടെ കണ്ണുകളിൽ തൊട്ട് അവർക്ക് സൗഖ്യം കൊടുത്തു അല്ലേ? അപ്പോൾ അവരുടെ മുഖത്ത് എന്ത് സന്തോഷമായിരുന്നു അല്ലേ? ഈശോ തൊടുമ്പോൾ സൗഖ്യം തരുമ്പോൾ നമുക്ക് സന്തോഷമാവും. ഇതുപോലെ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ച് അവരെ സ്നേഹിക്കുമ്പോൾ ഇല്ലേ, അവർക്കും സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? നമ്മളെപ്പോഴും സ്നേഹവും കരുണയുള്ളവരായിരിക്കണം. എന്താണ്? നമ്മളെപ്പോഴും സ്നേഹവും കരുണയുള്ളവരായിരിക്കണം. അപ്പോൾ ഈ കാരുണ്യം കാണിച്ച ഈശോയുടെ സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗാനം നമുക്ക് ആലപിച്ചാലോ? ഇപ്പം വീഡിയോയിൽ നല്ലൊരു പാട്ട് നിങ്ങൾക്ക് കേൾക്കാം. അത് ശ്രദ്ധിച്ച് പാടണം കേട്ടോ. കനിവുടു കർത്താവരുളുന്നു, പശിയുള്ളോർക്കിന്നാഹാരം. ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. കനിവുടു കർത്താവരുളുന്നു, പശിയുള്ളോർക്കിന്നാഹാരം. ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. കുരുടന്മാരുടെ നയനങ്ങൾ കർത്താവാണ് തുറന്നിടുവോൻ. താഴ്ന്ന മുഖങ്ങൾ ഉയർത്തിടുവോൻ കർത്താവല്ലോ എന്നാളും. താഴ്ന്ന മുഖങ്ങൾ ഉയർത്തിടുവോൻ കർത്താവല്ലോ എന്നാളും. കനിവോടു കർത്താവരുളുന്നു, പശിയുള്ളോർക്കിന്നാഹാരം. ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. നാഥൻ മോചനമേകുന്നു. പാട്ട് ഇഷ്ടമായ നിങ്ങൾക്ക്? ഇത് പപ്പയും മമ്മിയും ഒക്കെ പാടി കേൾപ്പിക്കണം. ഇനി നമ്മളില്ലേ ഒരു ഹോംവർക്കും കൂടെ സിസ്റ്റർ നിങ്ങൾക്ക് തരാൻ പോവാം. എന്താണെന്നറിയാവോ? പാഠത്തിൻ്റെ അവസാനത്തെ പേജിൽ നിങ്ങൾക്ക് കുറച്ച് വർക്ക് തന്നിട്ടുണ്ട്. ഈശോ കാരണം കാണിച്ച സംഭവം വിവരിച്ചു പറയാം. എളുപ്പമാണ്. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. തളർവാദ രോഗിയെക്കുറിച്ചും അന്ധന്മാരെക്കുറിച്ചും ഉള്ളതാണ്. നമുക്ക് വിവരിച്ചു പറയാൻ പറ്റില്ലേ? രണ്ടാമത്തത്, അതിൻ്റെ അവസാന ഭാഗത്ത് 3 ക്വസ്റ്റ്യൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ എഴുതി ഫോട്ടോ എടുത്ത് നമ്മുടെ ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. ഒപ്പം തന്നെ നമ്മുടെ വചനം കൂടെ നമ്മൾ ഓർക്കണം. എന്തായിരുന്നു നമ്മുടെ വചനം ഇന്ന് പഠിച്ചത്? മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച വചനം ഏതാ? ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം അല്ലേ? നിങ്ങളുടെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. അതുകൊണ്ട് നമുക്ക് മനസ്സിൽ ഓർമ്മിക്കാം, നമ്മൾ പഠിച്ചതൊക്കെ ഓർക്കാം. ഈശോ ഒരുപാട് കാരുണ്യ പ്രവൃത്തി ചെയ്തു. ഈശോ കരുണയുള്ളവനായിരുന്നു. ഈശോയുടെ അടുത്ത് വന്ന ആരെയും ഈശോ വെറുതെ വിട്ടില്ല. എല്ലാവരെയും ഈശോ സുഖപ്പെടുത്തി. അവരുടെ പാപങ്ങൾ പൊറുക്കുകയും രോഗങ്ങൾ സുഖമാക്കുകയും ചെയ്തു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും മറ്റുള്ളവരോട് കരുണ കാണിക്കണം. നമുക്ക് നല്ലൊരു തീരുമാനം മനസ്സിലെടുക്കാം. എന്താണെന്നറിയാവോ? നമ്മൾ വീട്ടിൽ വരുന്ന പാവങ്ങളെ നമുക്ക് സഹായിക്കണം. ഒപ്പം തന്നെ രോഗികളായി കിടക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സന്ദർശിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഈശോ കരുണ കാണിച്ചതുപോലെ കുഞ്ഞുങ്ങളായി നമുക്കും കരുണ കാണിക്കാം അല്ലേ? നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് കൈകൾ കൂട്ടിപ്പിടിക്കാം, കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, കുഞ്ഞുങ്ങളായി ഞങ്ങൾക്ക് ഈശോ ജീവിച്ചതുപോലെ കാരുണ്യം കാണിച്ച് ജീവിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിനായി പാടാം, കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിൻ പിൻപേ
ഈശ്വരൻ പിന്നെ